ഡിയർ മമ്മൂക്ക, ഞങ്ങളുടെ സ്വന്തം മമ്മൂട്ടി ചേട്ടന്, ഞങ്ങൾ നിങ്ങളുടെ കടുത്ത ആരാധകരാണ്. നിങ്ങളുടെ ഓരോ സിനിമയ്ക്ക് വേണ്ടിയും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മികച്ച ചിത്രങ്ങളാണ് ഈ അടുത്തായി, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾ തൃപ്തരുമാണ്. എന്നാലും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതെന്തെന്ന് വഴിയെ പറയാം. മലയാള സിനിമയുടെ രാജാവായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. അത് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷവും കോവിഡിന് മുന്നേയും എന്ന് രണ്ട് തരത്തിൽ ഞങ്ങൾ നിങ്ങളെ തരംതിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ കോവിഡിന് ശേഷം നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന ചിത്രങ്ങൾ അത്രമാത്രം മികച്ച സിനിമകളാണ്. നിങ്ങളുടെ ആ വിജയത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവുമുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ താങ്കൾ ഓരോ സിനിമകൾ കഴിയും തോറും സ്വയം മിനുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മിനുക്കത്തിൽ ഞങ്ങൾ മറ്റുള്ള നടന്മാരുടെ ആരാധകരിൽ നിന്നും തലയെടുപ്പോടെ അഭിമാനത്തോടെ മലയാള സിനിമയിൽ നിൽക്കുന്നു. ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു, മലയാള സിനിമയുടെ നട്ടെല്ല് ഇന്നും മമ്മൂക്ക തന്നെയാണെന്ന്. അതിനൊത്ത സിനിമകളാണ് താങ്കളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ താങ്കളുടെ അത്ര വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച ഒരു നടനും ഉണ്ടാവില്ല. താങ്കളുടെ ഈ 72-ാം വയസ്സിലും ഇന്നും ഇന്ത്യൻ സിനിമ താങ്കളുടെ പേര് ചർച്ച ചെയ്യപ്പെടുന്നു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതിനു കാരണം താങ്കൾ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ തന്നെയാണ്. അധികം പിന്നോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. കോവിഡിന് ശേഷമുള്ള ചിത്രങ്ങൾ മാത്രം എടുത്താൽ മതി. ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ ഇത്രമാത്രം വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങൾ ചെയ്തു വെക്കാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ അല്ല, ലോക സിനിമയിൽ തന്നെ താങ്കളല്ലാതെ ആരുണ്ട്? ഒരു വേഷത്തിൽ നിന്നും മറ്റൊരു വേഷത്തിലേക്ക് താങ്കൾ അനായാസം കൂടുമാറുമ്പോൾ കൗതുകത്തോടെ ഇന്ന് മലയാള സിനിമയും താങ്കളുടെ പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട്. ഇന്ന് 100 കോടി ക്ലബിന്റെ പേരിൽ താങ്കളെ വിമർശിക്കുമ്പോൾ അതിനെ ഞങ്ങൾ മറികടക്കുന്നത് താങ്കളുടെ വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങളുള്ള സിനിമകളെ വെച്ചാണ്. അതിന് താങ്കൾ തിരഞ്ഞെടുത്ത മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ കമ്പനിയും ഇന്ന് മലയാളത്തിലെ വിശ്വസ്തതയുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയായി മാറി. ഒരു മിനിമം ഗ്യാരണ്ടി ചിത്രം നൽകുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ് താങ്കളുടേത്. എന്നാലും ആരാധകരെന്ന നിലയിൽ ഞങ്ങൾക്ക് അത് മാത്രം പോരാ. താങ്കൾ വ്യത്യസ്ത തരം ചിത്രങ്ങൾ ചെയ്യുന്നുണ്ട്. പല പരീക്ഷണ ചിത്രങ്ങളും താങ്കൾ ചെയ്യുന്നു. അത് ഞങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട്. ആരും ചെയ്യാൻ മടിക്കാത്ത കഥാപാത്രങ്ങളടക്കം താങ്കൾ ഞങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. അതിനെ ഇരു കൈയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കുന്നുമുണ്ട്. എന്നാൽ തിയേറ്ററുകളിൽ മറ്റുള്ള നടന്മാരെ പോലെ ഫാൻ ഷോകളൊക്കെ വെച്ച് അടിച്ചു പൊളിക്കാനുള്ള സിനിമകളും 100-150 കോടിയൊക്കെ നേടുന്ന ചിത്രങ്ങളും ഞങ്ങൾക്ക് വേണം. അത് മമ്മൂട്ടി കമ്പനിയിൽ നിന്നും മമ്മൂട്ടിയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ എത്രയോ സിനിമകളാണ് പബ്ലിസിറ്റിയുടെ പേരിൽ കലശൻ വാരാതെ പോയത്. അത് താങ്കൾ ശ്രദ്ധിക്കുന്നില്ല. അവസാനമായി ഇറങ്ങിയ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പോസ്റ്റ് പോലും എല്ലായിടത്തും പോസിറ്റീവ് റെസ്പോൺസ് വന്ന ഒരു ചിത്രം. എന്നാൽ തിയേറ്ററുകളിൽ വേണ്ടത്ര കലശൻ വാരിക്കൂട്ടാൻ പോലും ചിത്രത്തിന് കഴിഞ്ഞില്ല. അത് താങ്കളുടെ സീറോ ഹൈപ്പ് പ്രമോഷൻ തന്നെയാണ്. താങ്കളുടെ സിനിമകൾക്ക് താങ്കൾ പ്രമോഷൻ നൽകണം. മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും വേണ്ടത്ര പ്രൊമോഷൻ വർക്കുകൾ നടക്കുന്നില്ല. സീറോ ഹൈപ്പിലാണ് ചിത്രത്തിന്റെ റിലീസുകൾ നടക്കുന്നത്. കണ്ണൂർ സ്ക്വാഡ് പോലുള്ള ഒരു ചിത്രം കുറച്ച് താങ്കൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ 100 കോടി ക്ലബിലും അതിനു മുകളിലും ചിത്രം കലക്ഷൻ ചെയ്യുമായിരുന്നു. എന്നാൽ മൗത്ത് പബ്ലിസിറ്റി ഒറ്റ കാരണത്താലാണ് ആ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടത്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സും മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ശ്രദ്ധ നേടിയെങ്കിലും തിയേറ്ററുകളിൽ ആളെ കൂട്ടാൻ കഴിഞ്ഞില്ല. ആ ഒരു ചിത്രം തിയേറ്ററുകളിൽ എത്തി എന്നത് പോലും അറിയാത്ത എത്രയോ മമ്മൂട്ടി ആരാധകർ പോലും ഇന്നുണ്ട്. റിലീസിന് ശേഷം ലഭിക്കുന്ന മൗത്ത് പബ്ലിസിറ്റിയും പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് പോസ്റ്ററുകളുമാണ് മമ്മൂട്ടി കമ്പനിയുടെ പ്രൊമോഷൻ വർക്കുകൾ. അതിൽ ഞങ്ങൾ നിരാശരാണ്. താങ്കളുടെ സിനിമകൾ വേണ്ടത്ര രീതിയിൽ പ്രൊമോഷൻ വർക്കുകൾ ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിയേറ്ററുകളിൽ ആഘോഷമാക്കിയേനെ. എന്നാൽ അങ്ങനെ ഒരു ചിത്രം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. മികച്ച കലക്ഷൻ നേടാവുന്ന ചിത്രങ്ങൾ പോലും പബ്ലിസിറ്റിയുടെ പേരിൽ മികച്ച കലക്ഷൻ നേടാനാവാതെ തളർന്നു പോകുന്നു. തിയേറ്ററുകളിൽ റിലീസ് ചെയ്തതിനു ശേഷം ലഭിക്കുന്ന മൗത്ത് പബ്ലിസിറ്റിയും പിന്നെ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് പോസ്റ്ററുകളുമാണ് മമ്മൂട്ടി കമ്പനിയുടെ ഇന്നത്തെ പ്രൊമോഷൻ വർക്കുകൾ. ശരിയാണ്, ഒരുപാട് താരങ്ങളുടെ വമ്പൻ ഹൈപ്പിലെത്തിയ വൻ പ്രൊമോഷൻ പരിപാടികൾ നടത്തിയ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ മൂക്കും കുത്തി വീണിട്ടുണ്ട്. പക്ഷെ അതിനുള്ള കാരണവുമുണ്ട്. എന്നാൽ മമ്മൂട്ടി കമ്പനിയിൽ നിന്നും മമ്മൂട്ടിയിൽ നിന്നും ഇന്ന് ലഭിക്കുന്ന ചിത്രങ്ങൾ മികച്ചതാണ്. അത് കാണാൻ മലയാള സിനിമാ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ പ്രേക്ഷകർക്കിടയിലേക്ക്
സിനിമ എത്തുന്നില്ല. അതാണ് കളക്ഷൻ കുറയാനുള്ള ഒരു കാരണവും. വേണ്ട രീതിയിൽ പ്രൊമോഷൻ വർക്കുകൾ നടത്തി ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം മമ്മൂട്ടി കമ്പനിക്ക് തന്നെയാണ്, പിന്നെ ഫാൻസുകാർക്കും. ഇന്ന് സിനിമയെ തരംതിരിക്കുന്നത് കളക്ഷന്റെ കാര്യത്തിൽ തന്നെയാണ്. ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ മുതൽ ഫൈനൽ നേടുന്ന കളക്ഷൻ വരെ അത് സ്വാധീനിക്കപ്പെടും. അതുകൊണ്ട് മമ്മൂട്ടി കമ്പനിയിൽ നിന്നും മികച്ച പ്രൊമോഷൻ ചെയ്തിട്ടുള്ള മികച്ച ചിത്രങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്കളിൽ നിന്നും താങ്കളുടെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും മികച്ച സിനിമകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വിവരങ്ങളൊന്നും പ്രേക്ഷകർക്കിടയിലേക്ക് എത്തുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ റിലീസ് ചെയ്ത ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സും ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് അടുത്ത റിലീസിന് വേണ്ടി കാത്തിരിക്കുന്ന ജിതിൻ കെ ജോസ് മൂവിയും. മമ്മൂട്ടി ജിതിൻ കെ ജോസ് ചിത്രത്തിന്റെ ടൈറ്റിലിന് വേണ്ടി മമ്മൂട്ടി ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു ദിവസങ്ങളായി. ഇതുവരെ ഒരു അപ്ഡേഷനുമില്ല. ഇനി ഒരു പക്ഷേ അപ്ഡേഷൻ വരിക ചിത്രം റിലീസ് ചെയ്യുന്നതിന്റെ 1-2 ആഴ്ച മുമ്പായിരിക്കും. പിന്നെ എങ്ങനെ വേണ്ടത്ര രീതി ചിത്രത്തിന് പബ്ലിസിറ്റി ലഭിക്കും? ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിനും പബ്ലിസിറ്റിയുടെ കുറവ് തന്നെയായിരുന്നു. ആദ്യമിറങ്ങിയ ടീസർ ഒരു ഉപകാരവുമില്ലാതെയായി, പ്രേക്ഷകർ ശ്രദ്ധിച്ചു പോലുമില്ല. പിന്നെ ആകെ വന്ന ഹൈപ്പ് ട്രെയിലർ റിലീസായപ്പോഴാണ്. കുറച്ചു പേർക്കെങ്കിലും ചിത്രത്തെ പറ്റി അറിഞ്ഞത് ട്രെയിലർ വന്നപ്പോഴാണ്. തിയേറ്ററുകളിൽ പടം എത്തിയപ്പോൾ ഇത് ആരുടെ മൂവി എന്ന് പോലും മലയാള സിനിമാ പ്രേക്ഷകർ ചോദിച്ചു. താങ്കളുടെ അടുത്തിറങ്ങുന്ന ബസൂക്കയിലാണ് ഇനി ഞങ്ങളുടെ പ്രതീക്ഷ. മികച്ച രീതിയിലുള്ള പ്രൊമോഷൻ വർക്കുകളൊക്കെ നടത്തി മികച്ച റിലീസിംഗ് തന്നെയായിരിക്കും ചിത്രത്തിന് ഉണ്ടാവുക എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ ആരാധകനായതിന് എനിക്ക് അഭിമാനമുണ്ട്. എന്നാൽ താങ്കളുടെ ചിത്രത്തിന് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്തതും മികച്ച റിലീസിംഗ് ഡേറ്റ് ലഭിക്കാത്തതും മികച്ച തിയേറ്ററുകൾ ലഭിക്കാത്തതും മികച്ച പ്രൊമോഷൻ വർക്കുകൾ കൊടുക്കാത്തതിലും ഞങ്ങൾക്ക് നിരാശയുണ്ട്. അടുത്ത ബസൂക്ക മുതൽ അതിൽ നിന്നും മാറ്റം വരും എന്ന പ്രതീക്ഷയോടെ താങ്കളുടെ കടുത്ത ഒരു ആരാധകൻ. താങ്കളിൽ നിന്നും ഒരുപാട് വർഷം ഇനിയും മികച്ച വേഷങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.